ഹണി റോസിനെതിരെ മാനനഷ്ടത്തിന് അഡ്വക്കേറ്റ് അലക്സ് കെ ജോൺ എറണാകുളത്തെ ഹൈക്കോടതിയിലെ അഭിഭാഷകനാണ് വഴി ഇന്ന് അവർക്കെതിരെ മാനനഷ്ടത്തിന് നോട്ടീസ് അയക്കും. അവർ എനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളായ ഓർഗനൈസ്ഡ് ക്രൈമിന്റെ ഭാഗമാണ് തുടങ്ങിയ കാര്യങ്ങൾ എന്നെ അപകീർത്തിപ്പെടുത്തി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയക്കും. അതോടൊപ്പം ക്രിമിനൽ ഡിഫമേഷൻ കംപ്ലൈന്റ് പോലീസിലും അതോടൊപ്പം കോടതിയിലും കൊടുക്കും. ഹണി റോസും അറിയണം എന്താണ് അപ്പുറത്തൊരു കേസ് വരുന്നതിന്റെ കാര്യം. ഈസി ആയിട്ട് അങ്ങനെ ഏതെങ്കിലും ആണിന് നേരെ വ്യാജ പരാതി കൊടുത്തിട്ട് രക്ഷപ്പെടാം എന്ന് വിചാരിക്കുന്ന ഒരു അവസ്ഥ ഈ നാട്ടിൽ വീട്ടിൽ ഉണ്ടാകും. അതിന് എന്റെ തന്നെ ഉദാഹരണമാക്കി. കാര്യം എനിക്കെതിരെ ആ വ്യാജ കേസാണെന്ന് ഒരുപക്ഷെ എല്ലാ മാധ്യമങ്ങളും, എന്നോട് പൂർണ്ണമായി വിയോജിക്കുന്ന മാധ്യമങ്ങൾ പോലും ഹണി റോസിനെ അങ്ങനെ വിമർശിക്കുന്നതിൽ കേസ് എടുക്കണ്ട എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നലെ എല്ലാ കേസും സെറ്റിൽ ചെയ്ത് മറ്റേ ആ വിഷയങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നലെ വീണ്ടും കൊണ്ട് കേസ് കൊടുത്തിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാ കേസിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു. ഞങ്ങൾ ബെൻസ് കമ്മീഷന്റെ ക്യാമ്പയിനുമായി മുമ്പോട്ട് പോയി. ഞാൻ അടക്കം 3-4 ദിവസം മുമ്പ് വീഡിയോ ഒക്കെ ചെയ്ത് ഹണി റോസിന് നല്ലത് വരട്ടെ, ബോബി ചെമ്മണ്ണോട് നല്ലത് വരട്ടെ, രണ്ടുപേരുടെ ലൈഫിൽ പുതിയ ചാപ്റ്റർ ആണെന്നൊക്കെ പറഞ്ഞ് പോയി ആ എപ്പിസോഡേ തീർന്നു. ഇന്നലെ ആരെങ്കിലും പ്രകോപിപ്പിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കാം, ഇന്നലെ വൈകിട്ട് രാവിലെ ഈശ്വർ പറഞ്ഞതല്ല, ഹണി റോസ് ഇങ്ങോട്ട് വന്ന് വീണ്ടും കേസ് കൊടുത്തിരിക്കുകയാണ്. എന്താണെന്ന് അറിയാമോ? പ്രതിയുടെ പക്ഷം ചേർന്ന് എന്നെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പ്രമുഖ മാധ്യമങ്ങളിൽ കണ്ടത്. നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് ഞങ്ങൾ ആണുങ്ങളോട് ഒരു കരുണ വേണ്ടേ? അങ്ങനെ ഈ വ്യാജ പരാതിയാണ് നിങ്ങൾക്ക് കേട്ടറിയില്ലേ? ഒരിക്കൽ പരാതി എടുത്തു പോലീസ് പറ്റൂലെന്ന് പറഞ്ഞല്ലേ, പോലീസ് ഇന്നലെ വീണ്ടും കേസ് എടുത്തു. ഇനി എന്തുകൊണ്ടാണ് പോലീസ് കേസ് എടുക്കുന്നതെന്ന് അറിയാമോ? അവർക്ക് അതാണ് സേഫ്. അതായത് അവർക്ക് ഇനി പരാതി കൊടുത്തിട്ട് എടുക്കാതിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവർക്ക് അതാണ് സേഫ്. എനിക്കെതിരെ വനിതാ കമ്മീഷൻ കേസ് എടുക്കാൻ പറയുന്നു, യുവജന കമ്മീഷൻ കേസ് എടുക്കാൻ പറയുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി, രാഹുൽ ഈശ്വർ അല്ല, ഹൈക്കോടതിയുടെ വിധിന്യായത്തിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ഓഫീസർ ഡിക്റ്റി ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞത് യു ആർ എ ചാമ്പ്യൻ ഓഫ് മെൻ. പക്ഷെ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. ഹൈക്കോടതിയുടെ വാക്കുകളാണ്, എന്റെ അല്ല. നിങ്ങൾ ആണുങ്ങളുടെ കോസ് ചാമ്പ്യൻ ചെയ്തൊരു വ്യക്തിയാണ്. ഹൈക്കോടതിയുടെ എക്സാക്ട് വാക്കുകളാണ്. പക്ഷെ അങ്ങനെ എല്ലാവരുടെയും നിങ്ങൾ അത് പ്രവർത്തിക്കണം. ഞാൻ പറഞ്ഞ് പൂർണ്ണമായിട്ടും സ്വീകരിക്കുന്നു. ഹൈക്കോടതിയുടെ ഉപദേശവും നിർദ്ദേശവുമാണ്. പക്ഷേ ഇന്നലെ വീണ്ടും